യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു. And Jacob had 12 sons. അതിനകത്തൊരു മകനായിരുന്നു യോസഫ്. And one of them was Joseph. യോസഫ് മിടുക്കനായിരുന്നു. Joseph was an outstanding person. യോസഫിന് ഒരു അനിയനും കൂടെ ഉണ്ടായിരുന്നു. And Joseph had a younger brother. ബെന്യാമീൻ. And his name was Benjamin. ഈ യോസഫിനെ യാക്കോബിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. And Joseph was loved by his father Jacob. അതുകൊണ്ട് തന്നെ And that's why അപ്പൻ ഒരു ഉടുപ്പ് അവന് മനോഹരമായ ഉടുപ്പ് കൊടുത്തു. And the father gave him a multicolored mantle. ഇത് തയ്ച്ച നല്ല കളറുള്ള മൾട്ടിപ്പിൾ കളറുള്ള ഭംഗിയുള്ള വില കൂടിയ ഒരു ഉടുപ്പ്. And the father Jacob gave him a unique multicolored mantle. ഈ ഉടുപ്പ് ഇവന്റെ മേലേക്ക് വീണപ്പോൾ And when that mantle fell upon Joseph, 11 സഹോദരന്മാരും പറഞ്ഞു. 11 brothers got jealous. കണ്ടോ Did you see that? You saw that? You saw. അപ്പൻ അവനെ മാത്രമേ ഉള്ളൂ. The father loves him more. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ And as he was saying that, ഒരു ദിവസം രാവിലെ one morning, അവൻ കണ്ണൊക്കെ തൂത്തോണ്ട് എഴുന്നേറ്റ് വന്ന് Joseph woke up the morning. അപ്പനോടും അമ്മയോടും പറയുക, and he's telling his father and mother, Daddy, good morning. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. I saw a dream yesterday. എന്താണ് നിന്റെ സ്വപ്നം? What is your dream? അവൻ പറഞ്ഞു, and he said, കറ്റകൾ കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ and when there was a harvest going on, എന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു. my sheaf stood up. 11 കറ്റകൾ എന്നെ വീണ് നമസ്കരിക്കുന്നു. And there were 11 other sheaves that bowed down before my sheaf. അത് കേട്ടോണ്ടിരുന്ന 11 സഹോദരന്മാരും പറഞ്ഞു, and the brothers who heard said, അവന് ഭ്രാന്താ. he's gone out of his mind. പിന്നെ പറഞ്ഞ കേട്ടോ. And look at what he's saying. നമ്മൾ അവനെ വീണ് നമസ്കരിക്കാൻ പോകുന്നു. He's saying we the 11 are going to bow before him. അവരെല്ലാം കൂടെ അവനെ കളിയാക്കി. And everybody mocked at him. പിറ്റേ ദിവസം the next day അവൻ എഴുന്നേറ്റ് വന്ന് പറഞ്ഞു, he had another dream. Daddy, mummy, എനിക്കൊരു സ്വപ്നമുണ്ട്. I have another dream. എന്താണ് നിന്റെ സ്വപ്നം? What is your dream? അവൻ പറഞ്ഞു, he said, സൂര്യനും the sun, ചന്ദ്രനും the moon, 11 നക്ഷത്രങ്ങളും and the 11 stars എന്നെ വീണ് നമസ്കരിക്കുന്നു. they are bowing down and giving me homage. അപ്പം പറഞ്ഞു, the father said, നീ പറഞ്ഞതിന്റെ അർത്ഥം what you're saying is, ഞാൻ നിന്നെ നമസ്കരിക്കുമെന്ന്. you think I'm going to bow before you? അത് കേട്ടോണ്ടിരുന്ന അച്ചാച്ചന്മാര് പറഞ്ഞു, all the achachamaar said, ഇവന് വട്ടാ, and he's gone out of his mind. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. This is not going to happen. അവൻ അങ്ങനെ വീട്ടിൽ നടക്കുമ്പോൾ, and so as he was walking along, അപ്പം പറഞ്ഞു, the father said, നിന്റെ brothers, your brothers, ശെഖേമിൽ ആടുകളെ തീറ്റാൻ പോയേക്കുക. they have gone to shepherd the sheep in Shechem. അവര് കൊണ്ടുപോയ ഭക്ഷണമൊക്കെ തീർന്നു കാണാം. and they must have exhausted their reserves. അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുക. so give them a supply of food. അവൻ 2 കഴുതപ്പുറത്ത് ചാക്കിനകത്ത് ഭക്ഷണമൊക്കെ വെച്ചോണ്ട് കൊണ്ടുപോവുകയാണ്. so Joseph is going to feed his brothers upon 2 donkeys full of reserves. അവന്റെ ചേട്ടന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ. and he is going to give food to his brothers. അവൻ വളവ് കയറി കയറ്റം കയറി ഇറക്കം ഇറങ്ങി വരുന്നത് ദൂരെ നിന്ന് സഹോദരന്മാർ കണ്ടു. so the brothers saw him coming down upon the mountains and the valleys. അവൻ പറഞ്ഞു, and he said, അവരുടെ സഹോദരന്മാർ പറഞ്ഞു, the brothers told, വരുന്നുണ്ട്. here comes the dreamer. സ്വപ്നക്കാരൻ വരുന്നുണ്ട്. here comes the dreamer. ഇന്ന് അവന്റെ സ്വപ്നം നമ്മൾ തീർക്കാൻ പോവാ. today we will make an end to all his dreams. കൊണ്ടുവന്നവന്റെ ഭക്ഷണം മേടിച്ച് സാപ്പിട്ടു. they ate the food that Joseph brought. 11 പേരും കൂടെ അവനെ പിടിച്ചൊരു കുഴിക്കകത്തോട്ടിട്ടു. they threw Joseph into an empty pit. അവൻ അച്ചാച്ചന്മാരോട് പറഞ്ഞു, and he told his brothers, എന്നെ ഇടല്ലേ, please don't put me down, എന്നെ തള്ളിക്കളയല്ലേ, don't desert me, അയ്യോ ഞാൻ പാപമാണ്. I'm innocent. ചേട്ടന്മാര് കേട്ടില്ല. the brothers did not listen. കുഴിക്കകത്തിട്ടു. after he was thrown into the pit, കുഴിക്കകത്ത് കിടന്ന് കരയുന്നത്, and he is crying in the pit, ചേട്ടന്മാര് കേട്ടോണ്ടിരിക്കുക. and the brothers are listening to അവര് it, കേട്ടോണ്ടിരുന്ന് കഴിക്കുകയാണ്. and they are listening to their cry and eating the food that he brought. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും കരച്ചിൽ കേൾക്കാം. and even as they are eating the food, he can hear his brother cry. അവൻ കൊണ്ടുവന്ന ഫുഡാണ്. that is the food that Joseph brought for them. ആ സമയത്താണ്, and that's the time, ഒരു കച്ചവടക്കാർ അതിൽ വരുന്നു. there are some merchants coming that way. അന്നത്തെ കാലത്ത് അടിമകളെ കച്ചവടം ചെയ്യാറുണ്ട്. and they used to sell slaves in those days. ഈ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞു, one of the brothers said, ഈ കുഴിക്കകത്ത് കിടന്ന് ഇവൻ ചാവുന്നതിനേക്കാൾ നല്ലത്, it is better than to let Joseph die in the pit. ഇവനെ നമുക്ക് അങ്ങ് വിറ്റേക്കാം. let us make some money, sell him and make money. അവരുമായി ആർഗ്യൂ ചെയ്തു. and then they debated about it. ചേട്ടന്മാർ 50 ചോദിച്ചു കാണും. and they negotiated the price of his money. കച്ചവടക്കാരല്ലേ. and he spoke to the businessman. ഒടുവിൽ 20 സമ്മതിച്ചു. and so finally they settled for 20 silver coins. 20 വെള്ളിക്കാശ് തൂക്കി കൊടുത്തു. 20 silver coins was weighed as the price of Joseph's head. ചേട്ടന്മാർ 20 വെള്ളിക്കാശ് പോക്കറ്റിലിട്ടു. and the elders put the money, the brothers put the money in the pocket. എന്നിട്ട് അവന്റെ അപ്പൻ കൊടുത്ത വസ്ത്രം, യോസഫിന്റെ, and Joseph's father, the mantle that he had, വസ്ത്രം എടുത്ത് they took the multicolored mantle, ഒരാടിനെ കൊന്നിട്ട്, and they killed a goat. എന്തോ ബുദ്ധിയായിരുന്നല്ലേ. what a scheming wisdom.
ആടിനെ കൊന്നിട്ട് and he killed the goat രക്തത്തിൽ മുക്കി. and mixed the blood with the mantle of Joseph. കണ്ടോ 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 കണ്ടോ. Look at that, look at that, look at ആ that. തുണി മൊത്തം രക്തക്കറയാണ്. And now that multicolored mantle is full of blood. ഈ തുണിയുമായി അപ്പന്റെ അടുക്കലേക്ക് പോയി. And they brought this blood soaked mantle before their father Jacob. അപ്പനോട് പറഞ്ഞു, And they told Jacob the ഞങ്ങൾ father, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് when we were coming this way, ഈ തുണി കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. we saw this mantle lying there, and now we know. ഞങ്ങൾക്ക് മനസ്സിലായി, Now we understand. ഇത് നിന്റെ മകന്റെ തുണിയാണ്. This is the mantle of Joseph, your son. അവൻ ഏതോ മൃഗങ്ങൾ അവനെ കടിച്ചു കീറി. Some wild animals tore him down. എന്നിട്ട് അപ്പനോട് പറയുകയാണ്, And then the father is saying, അവനെ ഒറ്റയ്ക്ക് വിട്ടത് മോശമായി പോയി. you told the father, you should not have sent him alone. അവൻ ചത്തുപോയി കാണും. He must be killed by an animal. അപ്പൻ കരയാൻ തുടങ്ങി. And the father began to cry and grieve. അയ്യോ, And he began to cry. എനിക്കിപ്പം എന്റെ മോന്റെ അടുത്ത് പോണം. Oh, I want to see my son. അപ്പൻ കരയാൻ തുടങ്ങി. The father began to cry. എന്നാൽ ഈ സമയത്ത് At that time, മിദ്യാനിലേക്ക് കൊണ്ടുപോയ യോസഫ്, Joseph was taken as a slave to Midian. അവിടെ ഒരു പൊത്തിഫേർ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് വിൽക്കപ്പെട്ടു. He was sold as a slave in the house of Potiphar. അവിടെ അവൻ നിൽക്കുമ്പോൾ And Potiphar, as he was serving there, ദൈവത്തിന്റെ സാന്നിധ്യം ഇവനോട് കൂടെ the ഉണ്ടായിരുന്നു. Lord was with Joseph. Amen. തകർച്ചയിലായിരുന്നു എങ്കിലും Even though he was going through brokenness, ദൈവത്തിന്റെ സാന്നിധ്യം the ഉണ്ടായിരുന്നു. Lord's presence was with Joseph. ഇന്ന് പകൽ വന്ന എല്ലാവരോടും പറയട്ടെ, Let me tell everybody who has come into this house, ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ because the presence of God was with him, ഇവനെ ദൈവം പടിയായി ഉയർത്തി. the Lord began to promote him. എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞാൽ, Everyone may desert you. എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയാൽ, Everyone may desert you. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, If the Lord is with you, ദൈവം നിന്റെ കൂടെ oh, if the Lord is with you, നിന്നെ തള്ളിക്കളഞ്ഞവർ, oh, the people who deserted നിന്നെ you, ഒറ്റപ്പെടുത്തിയവർ, people who deserted നിന്നെ you, പരിഹസിച്ചവർ, people who mocked at you, അവരുടെ നടുവിൽ അവൻ നിന്നെ ഉയർത്തും. in the midst of them the Lord will begin to. അവൻ അവിടെ നിൽക്കുമ്പോൾ And as he was standing there in Potiphar's house, കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചു. and the house in which he was staying was blessed by the Lord. Hallelujah. അവനെ അനുഗ്രഹിച്ചു. He blessed Joseph. അവൻ നിന്ന കുടുംബത്തെ അനുഗ്രഹിച്ചു. He also blessed the house who hosted Joseph. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, When you get blessed, നിങ്ങൾ നിമിത്തം because of you, ആയിരങ്ങൾ അനുഗ്രഹിക്കപ്പെടും. because of you the nation shall be blessed.